ശ്രീ കൃഷ്ണചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണചന്ദ്രൻ, താങ്കൾക്ക് വ്യക്തിപരമായി ഏറെ ബന്ധമുള്ള ആളാണ് മോഹൻ എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് താങ്കളുടെ സ്മരണ അദ്ദേഹത്തെക്കുറിച്ച്? എന്റെ ഏറ്റവും നല്ലൊരു പാട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലാണ്. അതാണ് ഏറ്റവും വലിയ ബന്ധം. മംഗളം നേരുന്നു എന്നുള്ള ചിത്രത്തിലെ അല്ലിയിളം പൂവ് എന്നുള്ള പാട്ട്, അത് ശരിക്കും ദാസേട്ടന് പാടാൻ വേണ്ടിയിട്ട് ഇളയരാജ സാറ് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഞാനതിന്റെ ഒരു ട്രാക്ക് പാടിയിട്ട് അവർ ഷൂട്ടിങ്ങിന് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഇന്നസെന്റ് ഏട്ടനും മോനേട്ടനെ പോലെയുള്ള അവിടുത്തെ വലിയ ആളുകളെല്ലാം കൂടി അത് ഇവൻ പാടിയത് കൊള്ളാം, മോശമില്ല എന്നുള്ളൊരു രീതിയിലാണ് ആ പാട്ട് ഓക്കെ വെച്ചത്. അത് കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ടും എനിക്ക്, കാരണം രവി മേനോനെ പോലെയുള്ള പാട്ടിനെ പറ്റി എഴുതുന്നവരൊക്കെ പറയുന്നത് മലയാളത്തിലെ ഒരു 15 താരാട്ട് പാട്ടുകൾ എടുത്താൽ അതിലൊരു പാട്ട് അല്ലിയിളം പൂവാണെന്ന് പറയുമ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്കങ്ങനെ സംഗീതത്തിൽ കൂടെ അങ്ങനെ വലിയ അംഗീകാരമൊന്നും കിട്ടാത്ത ഒരാളാണ്. പക്ഷെ മോനേട്ടൻ എന്നുള്ള സംവിധായകൻ, അദ്ദേഹത്തിന്റെ 2 സിനിമകൾ, എനിക്ക് ഇടവേള എന്നുള്ള സിനിമയിലും എം പി ശ്രീനിവാസന്റെ സംഗീതത്തിൽ നല്ലൊരു പാട്ട് പാടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മോഹനേട്ടൻ ആണ് എന്നെ ഇളയരാജയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തമിഴിൽ കുറെ പടങ്ങൾ പാടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതും മോഹനേട്ടൻ കാരണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഒരു വളരെ കമേഴ്ഷ്യൽ സിനിമകൾ വന്നുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഒരു ഫാമിലി, എന്താണ് പറയാ, ഒരു മധ്യവർത്തി സിനിമകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള സിനിമകളല്ലേ ഇവിടെ പറയും മുംബൈയും, ഇളക്കങ്ങളും, ശാലിനി എന്റെ കൂട്ടുകാരി, അയ്യോ ഒന്നും മറക്കാൻ പറ്റില്ല. മോനേട്ടനുമായിട്ടുള്ള ബന്ധം വളരെ നല്ല ബന്ധമായിരുന്നു. പക്ഷെ അദ്ദേഹം അസുഖമായിട്ട് കിടന്നതിന് ശേഷം എനിക്ക് തീരെ എറണാകുളത്താണെന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. മദ്രാസിലുള്ളപ്പോൾ പിന്നെയും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഈ അവസാന കാലത്ത് എനിക്ക് തീരെ അദ്ദേഹത്തെ കാണാനൊന്നും സാധിച്ചിരുന്നില്ല. എന്തായാലും ഇത് വലിയൊരു വിഷമമായി. 2-3 വർഷമായിട്ട് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മോനേട്ടനെ പോലെയുള്ള സിനിമ നമുക്ക് നഷ്ടമാണ്, നമ്മുടെ മലയാള സിനിമയ്ക്ക് നഷ്ടമാണ്. അതേപോലെ ഭരതേട്ടൻ, പത്മരാജൻ സാറ്, മോനേട്ടൻ, അങ്ങനെയുള്ള ആ ഒരു കാലത്തെ ഡയറക്ടേഴ്സ് ഇല്ലേ, അവരൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ അവസാനത്തെ കണ്ണിയാണ് ഇപ്പൊ മോനേട്ടനും പോയിരിക്കുന്നത്. കൂടുതൽ എന്ത് പറയാനാ. ശരി, ശ്രീ കൃഷ്ണചന്ദ്രനാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. ഏതായാലും വിഖ്യാത സംവിധായകൻ, അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ, ഇസബെല്ല പോലെയുള്ള സിനിമകൾ കമേഴ്ഷ്യലിയും വലിയ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സിനിമകളാണ്. ഒരുപാട് നല്ല സിനിമകൾ ബാക്കി വെച്ചാണ് മോഹൻ വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. നിരവധി നടന്മാർ, നടിമാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്. കാരണം ശാലിനി എൻ്റെ കൂട്ടുകാരിയൊക്കെ അന്ന് ഒരുപാട് തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഹരി, തുടരാം. തീർച്ചയായും